ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഹെയർ ഓയിലിൻ്റെ വീഡിയോയുമായിട്ടാണ്. എൻ്റെ അടുത്ത് കുറേ അധികം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഹെയറിൻ്റെ ബ്ലാക്ക് കളർ, നല്ല ബ്ലാക്ക് കളറാണല്ലോ, ഇതിൻ്റെ രഹസ്യം എന്താണെന്ന്. ഈ ഒരൊറ്റ ഹെയർ ഓയിലാണ്. ഈ 46 വയസ്സ് കഴിഞ്ഞു, 47 വയസ്സായി തുടങ്ങുന്നു. ഈ ഒരു സമയത്തും ഇതുപോലെ ഹെയർ ബ്ലാക്ക് ആയിട്ടും അതുപോലെ ഇതുപോലെ തിക്കായിട്ടിരിക്കുന്നതിനുമുള്ള കാരണം ഈ ഒരൊറ്റ ഹെയർ ഓയിലാണ്. എൻ്റെ ചെറുപ്പം മുതലേ തന്നെ, മാത്രമല്ല എൻ്റെ അമ്മയുടെ ചെറുപ്പം മുതലേ തന്നെ ഞങ്ങളെല്ലാവരും തേക്കുന്ന ഒരേ ഒരു എണ്ണയാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് പേർക്ക് നല്ല വ്യത്യാസമുണ്ടായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓളാക്കി കൊടുത്താൽ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ എണ്ണ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട. വേണ്ടുന്നത് കറിവേപ്പിലയും അതുപോലെ തുളസിയിലയും കറിവേപ്പിലയും ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് തന്നെ തുളസിയിലയും കറിവേപ്പിലയും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തിരക്കി നടക്കുകയായിരുന്നു. ഫ്രഷ് ആയിട്ടുള്ള തുളസിയില ഒട്ടും തന്നെ ഇല്ല. കറിവേപ്പില പിന്നെയും കുറച്ചെങ്കിലുമൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ തുളസിയില ഒന്നൊന്നായിട്ട് അതിൻ്റെ ഇല അടർത്തിയെടുക്കണം. ഇതുപോലെ പാഴായിട്ടുള്ള പഴുത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റാം. ഇതിനെ നന്നായിട്ട് കഴുകി അതിൻ്റെ പൊടിയും അഴുക്കും എല്ലാം തണ്ടെല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ക്ലീനാക്കി വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒട്ടും വെള്ളമയോ ഒന്നുമില്ല. മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതുപോലെ കറിവേപ്പിലയും തണ്ട് എല്ലാം മാറ്റി ഓരോ ഇലയും ഊരി ഇട്ടതാണിത്. അതിനെ നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ച് കഴുകുക. തുളസി ഇല ഞാൻ കഴിഞ്ഞ ദിവസം കഴുകി വെച്ചിട്ടുണ്ട് തളയുന്നു. അപ്പം കറിവേപ്പിലയിലേക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകുക. കഴുകിയതിന് ശേഷം അതിൻ്റെ ഒത്തിരി വെള്ളമൊന്നും കളയണമെന്നില്ല. ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് തുളസി ഇലയുടെ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് അരഞ്ഞെടുക്കാനായിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തുളസി ഇലയിലും ഇതുപോലെ കറിവേപ്പില കഴുകി എടുക്കുമ്പോൾ ഓൾറെഡി കുറച്ച് വെള്ളം അതിൽ വരുന്നുണ്ട്. ഇത് രണ്ടും കൊണ്ട് തന്നെ മിക്സിയുടെ ജാറിൽ അരഞ്ഞ് കിട്ടാനാണ് സാധ്യത. ഇനി നിങ്ങളുടെ മിക്സിയുടെ ജാറിൽ അരയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം, ഒരുപാട് ഒഴിക്കരുത്, ഒരു 1/4 ഗ്ലാസ്സിന് വെള്ളം ഉപയോഗിച്ച് അരച്ചെടുക്കാവുന്നതാണ്. കഴിവതും വെള്ളം ഇല്ലാതെ അരയാൻ ശ്രമിക്കുക. ഇതുപോലെ മഷി പോലെ അരഞ്ഞെടുക്കണം. പിന്നെ ഈ എണ്ണ ഉണ്ടാക്കുന്നത് അയണിൻ്റെ, അതായത് നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടിയിലായിരിക്കണം. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഒട്ടും വെള്ളമൊന്നുമില്ലാതെ എടുക്കുക. അതിനുശേഷം ഈ നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള പൾപ്പ് ഒരു തുണിയിലൂടെ അല്പാൽപ്പം ഒഴിച്ച് ഒന്ന് അരിച്ചെടുക്കണം. ഞാനൊരു ചെറിയ കോട്ടൻ്റെ പീസ് തുണി എടുത്തിട്ടുണ്ട്. ഒരു കോട്ടൺ തുണി അല്ലെങ്കിൽ നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ ഷോളിൻ്റെ ഒരറ്റമായാലും മതി. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അമുക്കി പിഴിഞ്ഞെടുക്കാം. ഇനിയിപ്പം തുണി ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ ചായ ഒഴിക്കുന്ന അരിപ്പിനകത്തൂടെയും അരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിലൂടെ നമുക്ക് മൊത്തം ജ്യൂസ് കിട്ടത്തില്ല. ഏറ്റവും നല്ലത് ഇതുപോലെ ചെറിയ തുണിയിൽ അല്പാൽപമായിട്ട് ഒന്നിച്ചെടുത്താൽ നമുക്ക് കൈകൊണ്ട് ഞെക്കി പിഴിഞ്ഞെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഫുൾ ജ്യൂസും അതിൽ നിന്നും നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇതുപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ സ്റ്റൗ ഒന്ന് ഓണാക്കിയതിന് ശേഷം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ അതിനകത്തേക്ക് എണ്ണ ഒന്നും ഒഴിക്കരുത്. ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശം മൊത്തം പറ്റാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ആദ്യം തന്നെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ കൈയെടുക്കാതെ ഇളക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് കൊണ്ടൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരും. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതേണ്ടേ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ജ്യൂസ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൻ്റെ ആവശ്യമേ ഇല്ല. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 5-8 മിനിറ്റൊക്കെ എടുക്കും. ഇത് ഏകദേശം ഒന്ന് കുക്കായി. നമ്മൾ ഒരു 200 മില്ലി ജ്യൂസ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 100 മില്ലി ആവണം. അതായത് നമ്മൾ ഒഴിച്ച ജ്യൂസ് പറ്റി ഒരു ഏകദേശം പകുതിയോളം ആവണം. അപ്പോൾ നമുക്ക് ഏകദേശം വിശ്വസിക്കാം അതിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അംശം ഏകദേശം പറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേന് നമുക്ക് വെളിച്ചെണ്ണയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഫ്ലെയിം കുറച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇലയുടെ ജ്യൂസ് നന്നായിട്ടൊന്ന് വെന്ത് പകുതിയായിട്ടുണ്ട്. ഈ സമയം ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്ര വെളിച്ചെണ്ണയ്ക്ക് എത്രമാത്രം കറിവേപ്പില, എത്രമാത്രം തുളസിയില എന്നൊക്കെ ചോദിച്ചാൽ ഞാനിപ്പോൾ 1/2 ലിറ്റർ
എണ്ണയാണ് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഇപ്പം കരിവേപ്പിലയും തുളസിയിലയും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചൂട് കാരണം തുളസിയിലയേ ഇല്ല, വളരെ ബുദ്ധിമുട്ടിയാണ് അത്ര തന്നെ ഒപ്പിച്ചത്. എത്രത്തോളം ഏറെ ചേർക്കുന്നുവോ അത്രയും നല്ലതാണ്. അപ്പം കുഞ്ഞുനാളിലൊക്കെ അമ്മയൊക്കെ ഇതുണ്ടാക്കി എടുക്കുമ്പം കാണിക്കുന്ന അവർക്ക് എത്ര തുളസിയില കിട്ടുന്നുണ്ടായിരുന്നോ അതിട്ട് അങ്ങ് ഉണ്ടാക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എത്ര തുളസിയില എടുക്കണമെന്ന് തോന്നിക്കുമ്പോൾ കിട്ടുന്നത്ര ഒരു 2 കൈ 3 കൈ അങ്ങനെയൊക്കെ പറയും. നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന അത്ര തുളസിയില കൊണ്ടുവരും, കിട്ടുന്നത്ര കറിവേപ്പില അത്രയും രണ്ടും കൂടെ കല്ലിലൊക്കെ വെച്ച് അരച്ചിട്ടായിരുന്നു പണ്ടൊക്കെ തേച്ച് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഒരു മുറി നാരങ്ങ നീരാണ്. ഇത് നമുക്ക് താരൻ്റെ ശല്യമുണ്ടെങ്കിൽ ഇതും കൂടി അതിനകത്തേക്ക് പിഴിഞ്ഞ് ചേർക്കാറുണ്ട്. ഇതും അമ്മ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ നാരങ്ങ നീര് എണ്ണയിലേക്ക് ചേർത്ത് തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് റീസൺസ് ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ പണ്ടുകാലം മുതലേ അമ്മ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എണ്ണ ഒഴിച്ചു കഴിഞ്ഞ് തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ചേർക്കും. അപ്പോൾ ഇതെന്തിനാന്ന് ചോദിച്ചപ്പോൾ താരനുണ്ടെങ്കിൽ അതിൻ്റെ ശല്യം മാറാനായിട്ട് ആണ്. നമുക്ക് ഒരു ഫുൾ നാരങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ച ജ്യൂസും നാരങ്ങ നീരും വെളിച്ചെണ്ണയും കൂടി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ലോ ഫ്ലെയിം ഏറ്റവും കുറഞ്ഞ തീയിലിട്ടേക്കുക, ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ദാണ്ട് ഈ ഒരു കളർ ചേഞ്ചിലേക്ക് മാറും ഒരു 5 മിനിറ്റ് കൊണ്ട്. ലോ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുക്കും എണ്ണയൊന്ന് മൂത്ത് വരാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് എണ്ണ മൂപ്പിച്ചെടുക്കരുത്. ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് എണ്ണ ഇങ്ങനെ പാകപ്പെടുത്തി എടുക്കുക. ഒരു 8-10 മിനിറ്റ് കൊണ്ട് എണ്ണ ഈ ഒരു കളറിലായി ഇതുപോലെ ഒന്ന് പാകപ്പെട്ട് വരും. ഇത് ഞാൻ ഒരുപാട് പേർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒത്തിരി പേർക്ക് നല്ല റിസൾട്ടാണ്. എൻ്റെ മുടിയുടെ കളർ കണ്ടിട്ട് ഇവിടെ നോർത്ത് ഇന്ത്യൻസ് എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ മുടി ഇങ്ങനെ കറുത്തിരിക്കുന്നതിൻ്റെ ആ ഒരു ഓയിലൊന്ന് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഒട്ടും മുടിക്ക് ഉള്ളില്ലാതിരുന്നവർക്ക് നല്ല ഉള്ളുള്ള മുടിയും അതുപോലെ നല്ല കറുപ്പും ഉണ്ടായിട്ടുണ്ട് മുടിക്ക്. അപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ കണ്ടിന്യൂ അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. മൂത്തെന്നറിയുന്നതിന് ഒരുപാട് മാർഗ്ഗമുണ്ട്. ഒന്ന്, എണ്ണയ്ക്ക് നല്ല മണം വരും, ഒരു പ്രത്യേകതരം മണം ഉണ്ടാവും. ഇനിയിപ്പോൾ അതിൽ നിന്നും മനസ്സിലായില്ലെങ്കിൽ ആ എണ്ണയുടെ പതയെല്ലാം പറ്റിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അതിൽ നിന്നും എണ്ണ മൂത്തു എന്ന് മനസ്സിലാകാത്തവർക്കായിട്ട് ഒരു നുള്ള് ജീരകം അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ജീരകം ഇങ്ങനെ പൊട്ടി വരുന്നതായിട്ട് കാണാം. ആ സമയം എണ്ണ മൂത്തു, അതുകൊണ്ടാണ് ജീരകം മൂത്തത്. ഇത് അമ്മ തന്നെ പറഞ്ഞ് തന്നിട്ടുള്ളതാണ്. അപ്പോൾ എണ്ണ മൂത്തെന്ന് നിനക്ക് അറിയാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു നുള്ള്, ഇത് ജീരകത്തിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടല്ല, എണ്ണ മൂത്തോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു 4-5 ജീരകം അതിനകത്തേക്ക്, അതായത് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന ജീരകം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ജീരകം പെട്ടെന്ന് തന്നെ മേളിലേക്ക് പൊട്ടി വരും. അപ്പം നമ്മുടെ എണ്ണ മൂത്തെന്നാണ് അതിൻ്റെ മനസ്സിലാക്കേണ്ടുന്നത്. ഈ സമയം നമ്മൾ ഒപ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ചീനിച്ചട്ടിയുടെ ചൂടിലൊക്കെ ഇരുന്നിട്ടാണ് എണ്ണ ഒന്ന് വീണ്ടും ആ പത പോലെയൊക്കെ വരുന്നത്. അത് സാവകാശം ചീനിച്ചട്ടി തണുക്കുമ്പോൾ അത് പത മാറിക്കോളും. ഇനി എണ്ണ നന്നായി തണുത്തതിന് ശേഷം മാത്രം ഒട്ടും വെള്ളമയമില്ലാതെ നന്നായി തുടച്ച് ഉണക്കിയെടുത്തിട്ടുള്ള ബോട്ടിലിലേക്ക്, ഞാനിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ തന്നെയാണ് മാറ്റുന്നത്. ഏത് കുപ്പിയിലേക്കോ പ്ലാസ്റ്റിക് ബോട്ടിലേക്കോ നമുക്ക് മാറ്റി വയ്ക്കാം. എത്ര നാളിരുന്നാലും ഈ എണ്ണ കേടാവത്തില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, ബോട്ടിൽ നന്നായി വെയിലത്ത് ഉണക്കിയതായിരിക്കണം. എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചാലും ഈ എണ്ണ കേടാവുന്നതും അല്ല. ഞാൻ ഒരുപാട് പേർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള എണ്ണയാണ്. ഇതിപ്പോൾ തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെയിലി ഇത് തേച്ച് കുളിക്കുന്നവർക്കാണെങ്കിൽ കുളിക്കാം. ഇപ്പോൾ അതായത് എൻ്റെ മുടിയാണ് കാണുന്നത്. ഇതിനകത്ത് ആകെ നര വന്നിട്ടുള്ളത് എണ്ണിയെടുക്കാൻ നര 1, 2, 3, 4 മുടിയേ നരച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് പൂർണ്ണമായും നരച്ച മുടിയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ നര ഞാൻ എടുത്തു മാറ്റാഞ്ഞതും. 4 മുടിയാണ് എൻ്റെ തലയിൽ ഇതുവരെ നരച്ചിട്ടുള്ളത്. അതും ഇപ്പം പുതിയതായിട്ട് വരുന്ന മുടി, പഴയ മുടി ഒന്നും നരച്ചിട്ടില്ല, പുത്തനായിട്ട്. എന്നാൽ ഇവിടെയൊക്കെയുള്ള വെള്ളത്തിലൊക്കെ മുടിയൊക്കെ പെട്ടെന്ന് നരയ്ക്കേണ്ടതാണ്. അയറൺ കണ്ടൻറ്റൊക്കെ ഒരുപാടുള്ള വെറും വല്ലാത്തൊരു വെള്ളമാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ മുടി പെട്ടെന്ന് നരയ്ക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുടി അതിലും നരയ്ക്കാത്തത് ഒരുപക്ഷെ ഈ എണ്ണയുടെ തന്നെ ഗുണമായിരിക്കാം.
എണ്ണ തേക്കുമ്പം തലയോട്ടിയിൽ മാത്രമല്ല മുടി മൊത്തം, മുടിയുടെ എൻ്റെ അറ്റം വരെ എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു ചീപ്പെടുത്ത് നന്നായിട്ട് തലയോട്ടിയിലും മുടിയുടെ അറ്റം വരെ നന്നായിട്ട് ചീകി കൊടുക്കുക. അപ്പോൾ മാത്രമേ മുടിയിലെല്ലാം എണ്ണ പിടിക്കത്തുള്ളൂ. അതിനുശേഷം നമുക്കൊരു 2 മണിക്കൂറെങ്കിലും തലയിൽ വെച്ചേക്കുക. മുടി നന്നായി വാരിക്കെട്ടി ചുറ്റിക്കെട്ടി വെച്ചേക്കുക. 2 മണിക്കൂറിന് ശേഷം ഷാമ്പു ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. ഇനിയിപ്പോൾ രാത്രി കാലങ്ങളിൽ എണ്ണ മുടിയിലിട്ട് ശീലമുള്ളവരാണെങ്കിൽ രാത്രി തേച്ച് ഇതുപോലെ വാരിക്കെട്ടി ഉറങ്ങുന്നതും നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്നൊരു എണ്ണയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഇനിയെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.